കേരളത്തിന്റെ ചിരകാല സ്വപ്നം അതിന്റെ ആദ്യഘട്ട പൂർത്തീകരണത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിനും പറയാനുണ്ട് ഒരു പോരാട്ടത്തിന്റെ ചരിത്രം. ഇ.കെ. നായനാർ സർക്കാരിന്റെ കാലത്താണ് ഈ ആശയം ഉടലെടുക്കുന്നത്. കെ. കരുണാകരൻ വന്നപ്പോൾ ഇതിന്റെ ആദ്യ കരാർ ഒപ്പുവെക്കുന്നു. പക്ഷേ അത് കരാർ മാത്രമായി അവശേഷിച്ചു. തുടർന്ന് വി.എസ്. അച്യുതാനന്ദൻ സർക്കാർ. അപ്പോഴാകട്ടെ ഈ പദ്ധതിയെ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ തിരിച്ചടിയായത് കേന്ദ്രത്തിന്റെ സമീപനമായിരുന്നു. അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന എ.കെ. ആന്റണി പദ്ധതിക്ക് അനുമതി നിഷേധിക്കുന്നു. പിന്നീടും പദ്ധതി അങ്ങനെ നീണ്ടു. അപ്പോൾ 2015 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് അദാനി ഗ്രൂപ്പുമായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ ആദ്യമായി ഒപ്പുവെക്കുന്നത്. പക്ഷേ ആ കരാറിലും കാര്യമായ നീക്കുപോക്കുണ്ടായില്ല. പിന്നീട് 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് പുതുജീവൻ വയ്ക്കുന്നത്. ജൂണിലാണ് ബർത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത്. എന്നാൽ പിന്നീട് പ്രകൃതി ദുരന്തങ്ങൾ, മഹാമാരി എന്നിവ പദ്ധതി പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. അതിനൊപ്പം തന്നെ 4 മാസത്തോളം നീണ്ടുനിന്ന തുറമുഖ വിരുദ്ധ സമരം അത് പദ്ധതിയുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നതിലേക്ക് പോലും ഇടയാക്കി. പക്ഷേ ആ പ്രതിസന്ധികളിലൊന്നും സർക്കാർ തളർന്നില്ല. സമരക്കാരെ പോലും ചേർത്തുപിടിച്ച് സർക്കാർ മുന്നോട്ടു പോയി. കൃത്യമായ പ്രവർത്തന കലണ്ടർ തയ്യാറാക്കിയായിരുന്നു പിന്നീടുള്ള ഓരോ ഘട്ടവും. ആ പ്രവർത്തനങ്ങളുടെ വിജയം തന്നെയാണ് 2023 ഒക്ടോബർ 15 നാം കണ്ടത്. അതായത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തിരുവനന്തപുരത്ത് ആദ്യ ചരക്ക് കപ്പൽ നങ്കൂരമിടുന്നു. ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 15. അങ്ങനെ വിഴിഞ്ഞം തുറമുഖം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതായത് ട്രയൽ റണ്ണിന് വേണ്ടി പൂർണ്ണ സജ്ജം. ഈ മാസം 12 ആദ്യ മദർഷിപ്പ് ഇവിടെ നങ്കൂരമിടുക. വലിയൊരു അതിജീവനത്തിന്റെ കഥ കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം പറയുന്നത്. പ്രമോദ് പന്നിയോടിനൊപ്പം എസ് ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.